എന്താണ് കാരണമെന്നറിയാമോ? ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയ ധാർമ്മികതയുടെ മുമ്പിൽ ഏത് വിശുദ്ധനും തലകുലിച്ചു പോകും. അതിൽ ഒരു കാര്യം മാത്രം പറയാം. സഹോദരനുള്ള ബന്ധം അവിടെ പറയുമ്പോൾ കുലപാതകം പാപമായിട്ടാണ് ന്യായപ്രമാണം പറയുന്നത്. കർത്താവ് എന്നിട്ട് പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപത്തിന്റെ വേരിനെതിരെയല്ലേ അവിടെ സംസാരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. കർത്താവ് ആ പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയ ധാർമ്മികത എത്ര ഉന്നതമായ ധാർമ്മികതയാണ്. വ്യഭിചാരം ചെയ്യരുതെന്ന് ന്യായപ്രമാണം പറയുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തില്, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളോട് ഹൃദയപൂർവം വ്യഭിചാരം ചെയ്തു പോയി. രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ വെളിപ്പെടുത്തിയ ധാർമ്മികത എത്രയോ ഉന്നതമായ ധാർമ്മികതയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ പ്രസംഗം കർത്താവിനെ അറിയാവുന്ന ജനം അധികാരത്തോടെ തങ്ങളുടെ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി കേട്ടെങ്കിൽ ആ ജീവിതത്തിന്റെ മഹത്വമല്ലേ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കള്ളൻ പറയുന്ന സാക്ഷ്യം എത്രയോ മഹത്തരമായ സാക്ഷ്യമാണ്. അരുതാത്തതൊന്നും ചെയ്യാത്തവന്റെ മരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഈ പന്തലിനകത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും ഈ ശബ്ദവാഹിനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുമേ, യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ഈ മഹത്വത്തെ തിരിച്ചറിയേണ്ടതിന് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. രണ്ടാമത്തെ കാര്യത്തിന്റെ അതോട് ചേർത്ത് ഞാൻ മൂന്നാമത്തെ കാര്യം കൂടി പറയുക. അരുതാത്തതൊന്നും ചെയ്യാത്തവൻ മരിച്ചു. മൂന്നാമത്തെ പ്രത്യേകത, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള മരണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ആ സത്യം ദൈവത്തിന്റെ ദാസൻ വ്യക്തമാക്കുകയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ മരണത്തെക്കുറിച്ച്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിലും ഇവിടെ പ്രസംഗിക്കുന്നതിന്റെ കാരണം ഇതാണ്. കാരണം അരുതാത്തതൊന്നും ചെയ്യാത്തവൻ അരുതാത്തതെല്ലാം ചെയ്ത നമ്മുടെ പാപത്തിന്റെ ശിക്ഷ തന്റെ മേലേറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി മരിച്ചു. നാം കഴിഞ്ഞ ദിവസം കേട്ടല്ലോ, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ കാരണം ദൈവം നമ്മോട് കാണിച്ചതായ സ്നേഹത്തിന്റെ വലിയ പ്രദർശനമാണത്. അതുകൊണ്ടല്ലേ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ദാസൻ രേഖപ്പെടുത്തുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മോടുള്ള സ്നേഹം തന്റെ ഏകജാതനായ പുത്രന്റെ വിലയേറിയ മരണത്തിൽ ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നിരിക്കുന്നു. ഈ മരണത്തെ എങ്ങനെ പ്രസംഗിക്കാതിരിക്കാനായിട്ട് കഴിയും? 4-ാമത്തെ പ്രത്യേകത ഞാൻ വേഗത്തിലെടുത്ത് പറയട്ടെ. കഴിഞ്ഞ ദിവസം ദേവദാസന്മാരെല്ലാവരും ആവർത്തിച്ചെടുത്ത് പറഞ്ഞ കാര്യം, പുനരുത്ഥാനം പിന്തുടർന്ന മരണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ലോകത്തിലെ മരണങ്ങളിൽ നിന്നെല്ലാം യേശുക്രിസ്തുവിന്റെ മരണത്തെ വ്യത്യസ്തമാക്കി നിർത്തുന്ന കാര്യം, യേശുക്രിസ്തു മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. നാം കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ പാടി, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഒഴിഞ്ഞ കല്ലറ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ പ്രകീർത്തിക്കുവാൻ, വിളിച്ചു പറയുവാൻ ഇടയായിട്ട് തീരുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇവിടെ ഒന്ന് വായിച്ചു കേൾക്കാം.
എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മരണം പ്രസംഗിക്കപ്പെടുന്നതിന്റെ കാരണം ഈ ലേഖനത്തിൽ തന്നെ ദൈവത്തിന്റെ ദാസൻ ആ വാക്യത്തിൽ വ്യക്തമാക്കുക. വായിക്കാം 15-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. 14-ാമത്തെ വാക്യം വായിച്ചു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ദൈവത്തിന്റെ ദാസനോട് പറയുകയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ, അതൊരു സത്യം തെളിയിക്കാൻ വേണ്ടി പറയുകയാ. പൗലോസ് പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമല്ല, ഇത് സാർത്ഥകമാണ്. നമ്മുടെ വിശ്വാസം അത് അർത്ഥപൂർണമാണ്. കാരണം യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്തുവിന്റെ മരണത്തിന്റെ മഹത്വത്തെ ഉറപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. എത്ര മഹത്വപൂർണമായിട്ടുള്ള മരണം! അപ്പോസ്തലനായ പൗലോസ് ഈ സത്യങ്ങളെല്ലാം ഉള്ളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും കാതലായ ഭാഗത്തേക്ക് ഞാൻ വരുന്നു. എന്താണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ആ മരണത്തിന്റെ സാധ്യത? പ്രിയപ്പെട്ടവരെ, ആ സാധ്യതയെ വളരെ വിശദമായിട്ട് ഈ സന്ദേശത്തിൽ പറയുവാനായിട്ട് കഴിയും എന്ന് വിചാരിക്കുന്നില്ല. എങ്കിലും ചില സത്യങ്ങൾ ഉള്ള സമയത്ത് ഞാൻ എടുത്തു പറയാം എന്നാഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് എന്തു സാധിക്കുന്നു? നമുക്കറിയാം, കൊരിന്ത്യരോടാണല്ലോ ഈ കാര്യം പ്രധാനമായിട്ടും പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ മരണം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തു സാധിച്ചു എന്നുള്ളതായ കാര്യം ദൈവത്തിന്റെ ദാസൻ വ്യക്തമാക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. എന്റെ വാക്കുകളേക്കാൾ പൗലോസ് എഴുതിയ വാചകങ്ങൾ നിങ്ങളോട് സംസാരിക്കും എന്നുറച്ചുകൊണ്ട് ആ വാക്കുകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം എന്നാഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് ഈ സുവിശേഷം അവർ സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാക്കുന്നു. നമുക്ക് ആ വാക്യം വായിച്ചു കേൾക്കാം. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണുക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ കൊരിന്ത്യരുടെ പശ്ചാത്തലം വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കൊരിന്ത് പാപത്തിന്റെ ഒരു പര്യായമായിട്ട് സാധാരണ പറയുന്നതായൊരു പട്ടണമാണ്. കാരണം വളരെ അധാർമികത കൊടികുത്തി വാഴുന്ന ഒരു പട്ടണത്തിൽ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മൾ ആ വായിച്ച വാക്യങ്ങളില് 10 കൂട്ടം പാപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നലെ രാത്രി കർത്താവിന്റെ വിലയേറിയ ദാസൻ ആൽബർട്ട് സുനിൽ നമ്മോട് സംസാരിച്ചപ്പോഴും നമ്മൾ ചില വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാനിടയായല്ലോ. നമ്മിൽ നിന്നും പുറപ്പെടുന്ന പാപങ്ങളെ കുറിച്ചുള്ളതായ പട്ടിക നാം കേൾക്കുകയായിരുന്നു. അതിന്റെ മറ്റൊരു ആവർത്തനമാണ് ഇവിടെ നാം കാണുന്നത്. എണ്ണപ്പെട്ട 10 പാപങ്ങൾ ദൈവാത്മാവ് എടുത്തു പറഞ്ഞിട്ട് 11-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ ഓർപ്പിക്കുന്നത്, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ സുവിശേഷത്തിന്റെ സാധ്യത എന്താണ്? ഈ പാപത്തിൽ തകർന്നു കിടക്കുന്ന ജീവിതങ്ങളെ ശുദ്ധീകരിച്ച് കർത്താവിന്റെ നിർമ്മല കന്യകയാക്കി രൂപപ്പെടുത്തുവാൻ ഈ സുവിശേഷം മതിയായതാണ്. ഇന്ന് രാവിലെ ഞാൻ ബൈബിൾ ക്ലാസ്സില് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി. അവിടെ നാം വായിക്കുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന്
നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൊരിന്തിൽ ഇത്രയും പാപത്തിൽ ജീവിച്ചതായ ഈ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ നിർമ്മല കന്യകയായി തീർന്നു. എങ്ങനെ തീർന്നു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ സുവിശേഷത്തിന്റെ അനുഗ്രഹീതമായ സാധ്യത ഇവിടെ ദൈവാത്മാവ് വ്യക്തമാക്കുക. 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എന്തുകൊണ്ട് ഈ രാത്രിയിലും പ്രസംഗിക്കുന്നു? നിങ്ങൾ ഇതുവരെയും ഈ നാമത്തിൽ വിശ്വാസമർപ്പിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് കൈക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ വിശ്വാസത്തിന്റെ കരങ്ങൾ നിങ്ങൾ നീട്ടി ഈ കർത്താവിനെ കൈക്കൊള്ളുവാൻ ഇടയായിട്ട് തീരും എന്ന് വരികിൽ അവന്റെ ചൊരിയപ്പെട്ട രക്തത്തിന്റെ സാധ്യത ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാകുവാൻ ഇടയായിട്ട് തീരും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ 10 അടയാളങ്ങൾ കാണിച്ചാൽ ഈ മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുകയില്ല. അവന് 10 തത്വജ്ഞാനം പറഞ്ഞു കൊടുത്താൽ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. പിന്നെ അവന്റെ ബുദ്ധിയിൽ ഒരു പക്ഷേ അത് നോക്കി അവൻ അത്ഭുതപ്പെടുമായിരിക്കാം. ആ അത്ഭുതത്തോടെ അവൻ നിത്യനരകത്തിലേക്ക് പോകുവാൻ ഇടയായിട്ട് തീരും. പക്ഷെ സുവിശേഷത്തിന്റെ സാധ്യത പാപിയായ ഒരു മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ ഈ വലിയ ശുദ്ധീകരണത്തിലേക്ക് വരുവാനായിട്ട് കഴിയും. ഇതല്ലാതെ മറ്റൊരു മാർഗം മനുഷ്യ